അപ്പോൾ നമ്മളങ്ങനെ എമ്പുരാൻ ആദ്യത്തെ ഷോ തന്നെ കണ്ടു, ഫസ്റ്റ് ഷോ തന്നെ കണ്ടിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫാൻ ഷോ ആണ് നമ്മൾ കണ്ടത്, അതിൻ്റെ കൂട്ടത്തിലാണ് കണ്ടത്. നമ്മൾ ട്രിവാൻഡ്രം ആർടെക്കിലെ സ്ക്രീൻ 1-ലാണ് കണ്ടത് കേട്ടോ. ട്രെയിലർ തുടങ്ങുമ്പോൾ തൊട്ട് തുടങ്ങുന്ന ആരവങ്ങൾ, മോഹൻലാലിൻ്റെ പേര് എഴുതി കാണിച്ച്, എമ്പുരാൻ എഴുതി കാണിച്ച്, ഇൻട്രോ വരുന്ന സീൻ വരെയും ഭയങ്കര അതിഗംഭീരമായ കയ്യടികളോടുകൂടിയാണ് ആൾക്കാർ വരവേക്കുന്നത്. പിന്നെ വെടിക്കെട്ട് ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫിലിം കണ്ടു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഫിലിം കാണുന്നതിൽ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗും, കുറച്ച് നമുക്ക് അത്ര ഒരു ബൂം എഫക്റ്റ് കിട്ടുന്ന സാധനം നമ്മൾ പ്രതീക്ഷിച്ച് പോയ, അല്ലെങ്കിൽ ലൂസിഫർ കണ്ടിട്ട് നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്ന സാധനമൊന്നും ഫസ്റ്റ് ഹാഫിലില്ല. സെക്കൻഡ് ഹാഫിൽ അതുകൂടി ചേർത്ത് അടിപൊളിയായിട്ട് സാധനം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു സെക്കൻഡ് ഹാഫ് അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച എല്ലാ ഘടകങ്ങളും സെക്കൻഡ് ഹാഫിലുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2 അടിയാണ് കേട്ടോ. ഒന്നൊരു മുണ്ടെടുത്ത അടിയും അല്ലാതെ ഒരു ജാക്കറ്റൊക്കെ ഇട്ട ഒരു അടിയും കൂടിയുണ്ട്. അങ്ങനെ 2 അടി സെക്കൻഡ് ഹാഫിലുണ്ട്. അപ്പം ഫസ്റ്റ് ഹാഫിലാണെന്നൊരു അതിനോട് എത്തിക്കാൻ വേണ്ടിയുള്ള രീതിയിലേക്ക് കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ വിട്ടുപോയതായിട്ടൊക്കെ തോന്നുമെങ്കിലും അതൊന്നും കാര്യമൊക്കെ സെക്കൻഡ് ഹാഫിലേക്ക് അതെല്ലാം റെഡിയാക്കുന്ന രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അടിപൊളിയൊരു ഫിലിമാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ അഭിപ്രായമാണ്. എന്നിരുന്നാലും നമ്മുടെ ലൂസിഫർ പോലെയല്ല എമ്പുരാൻ എന്ന് പ്രത്യേകം പറയാം. എമ്പുരാൻ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലുള്ളൊരു ഇതാണ്. അതേപോലെ തന്നെ ഇതിൽ പറയുന്ന കഥയെന്ന് പറയുന്നത് പൃഥ്വിരാജിൻ്റെ കഥയും കൂടി ചേർത്തിട്ടാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഫിലിം പോയി കണ്ടു നോക്കുക, അടിപൊളിയായിരിക്കും.